ഈ അടുത്ത ദിവസം നമ്മുടെ ചാനൽ കണ്ടതിന് ശേഷം ഒരമ്മ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയുണ്ടായി, നമ്മുടെ ഈ തുളസി ഇല പതിവായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യം. അപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചത്, ആ അമ്മയ്ക്ക് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിലും നമ്മുടെ ചാനലിൽ ഈ തുളസി ഇല പതിവായിട്ട് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെയും ദോഷങ്ങളെയും പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് തുളസി ഇല പതിവായിട്ട് നമ്മൾ രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ബെനിഫിറ്റുകൾ, അതായത് ഓരോ അവയവങ്ങൾക്കും എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഇതുകൊണ്ടുള്ള ചില നാടൻ ചികിത്സാ രീതികളും നമുക്ക് എങ്ങനെ തുളസി ഇല ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പതിവായിട്ട് തുളസി ഇല നമ്മൾ രണ്ടെണ്ണം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ദോഷങ്ങളില്ല, പക്ഷേ നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സാധാരണ പൂജാകർമ്മങ്ങൾക്കും അതുപോലെ തന്നെ ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും ഒക്കെ നമ്മൾ തുളസി ഇല ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഈ കഫക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും തുളസി ഇല നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന രീതിയിലും ഒക്കെ നമ്മൾ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അറിയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തുളസിയിലെ തന്നെ നമുക്കറിയാം, കൃഷ്ണ തുളസിയുണ്ട്, രാമ തുളസിയുണ്ട്, നാരങ്ങ തുളസിയുണ്ട്, വിക്സ് തുളസിയുണ്ട്, അങ്ങനെ പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള സ്മെല്ലുകൾ വരുന്ന തുളസികൾ നമുക്ക് കിട്ടും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ കൃഷ്ണ തുളസിയാണ് പൊതുവേ മരുന്നുകളുടെ പർപ്പസിനായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. മറ്റുള്ളതിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ പറ്റിയിട്ട് പറയാം. സാധാരണ ഇത് നമുക്ക് രണ്ട് രീതിയിൽ കഴിക്കാനായിട്ട് പറ്റും. അതായത് ഒന്ന്, നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കഴിക്കാം. അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. പിന്നീട് പുറമേ പലതരത്തിലുള്ള രോഗങ്ങൾക്ക്, സ്കിന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള രോഗങ്ങൾക്ക് അരച്ച് പുരട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത് നമ്മൾ പതിവായിട്ട് രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ, അതായത് കഴുകി വൃത്തിയാക്കി നമ്മൾ ചവച്ചരച്ച് വെറും വയറ്റിൽ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന, അലർജി പ്രശ്നങ്ങൾ, മൂക്കടപ്പ്, മൂക്കൊലിപ്പ് മുതലായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾക്കും നമുക്ക് ടോൺസിലൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾ കുറയുന്നതിന് വേണ്ടിയിട്ടും ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് നല്ല രീതിയിൽ നമ്മുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓർമ്മക്കുറവ്, ബുദ്ധിവികാസം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് തുളസി ഇല നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ്, വിളർച്ച മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ pH ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അസിഡിറ്റി, പുളിച്ചു തകട്ടല് മുതലായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾക്കും, മലബന്ധം, ഗ്യാസ് ട്രബിൾ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൊളസ്ട്രോളിൻ്റെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് കൊളസ്ട്രോള് അല്ലെങ്കിൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ കുറച്ചുകൂടി മെറ്റബോളൈസ് ചെയ്ത് പുറത്തേക്ക് കളയുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് LDL കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും മാനേജ് ചെയ്ത് നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പാൻക്രിയാസിൻ്റെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന നമ്മുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവ് തുളസിയിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് രാവിലെ 2 തുളസിയില വായിലിട്ട് ചവച്ചരച്ച് കഴിക്കുന്നത് എപ്പോഴും നമ്മുടെ ഷുഗർ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പ്രമേഹ രോഗത്തെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് പ്രമേഹ രോഗം വരാത്ത, അതായത് പ്രമേഹ രോഗം ഇല്ലാത്തവർക്കും ഈ പറയുന്ന തുളസിയില കഴിക്കുന്നത് കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മുടെ ഈ ഷുഗർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള ഒരു ടെൻഡൻസി കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ ഈ കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് വളരെയധികം കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള പ്രായാധിക്യത്തെ കുറയ്ക്കാനും സ്കിന്നിൻ്റെ ഒരു കോംപ്ലക്ഷനും അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും ത്വക്കിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് തുളസിയില സഹായിക്കുന്നുണ്ട്. പല പഠനങ്ങളിലും ക്യാൻസർ രോഗം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആൻറ്റി ക്യാൻസറസ് ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രതിരോധം എന്നുള്ള നിലയിൽ ഇത് കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. ക്യാൻസറിനുള്ള മരുന്നാണ് എന്ന് സയൻറ്റിഫിക്കലി എങ്ങും പറയുന്നില്ല. ഈ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന പലതരത്തിലുള്ള നീർക്കെട്ടുകൾ ശരീരത്തിൻ്റെ അകത്ത് കുറയ്ക്കുന്നതിനും ജോയിൻറ്റ് പെയിൻ കുറയ്ക്കുന്നതിനും ഒക്കെ തുളസിയില സഹായിക്കാറുണ്ട്. ഇനി നമ്മൾ തുളസിയില ഡയറക്റ്റ് കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഒരു പാത്രത്തിൻ്റെ അകത്ത് രാത്രിയിൽ, അതായത് രാത്രി സമയത്ത് നമ്മൾ തുളസിയില പറിക്കില്ലെന്നാണ് ശാസ്ത്രം. അതായത്
നമ്മൾ സൂര്യാസ്തമയത്തിന് മുൻപ് തന്നെ ഒരു 3-4 തുളസിയില എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ട് രാവിലെ ആ വെള്ളവും ഒപ്പം തന്നെ ആ തുളസിയിലയും കൂടെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഒട്ടനവധി രോഗങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ജീവി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കടിച്ചിട്ടുണ്ടാവുന്ന പാടുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ആ ചൊറിച്ചിൽ മാറുന്നതിന് വേണ്ടിയിട്ട് മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇതിനൊക്കെ തുളസിയില അരച്ച് പുരട്ടുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും ആയുർവേദ ചികിത്സകളായിട്ടുള്ള നസ്യം പോലുള്ള ട്രീറ്റ്മെന്റിൽ തുളസി പത്ര സ്വരസം, അതായത് തുളസിയില നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നമ്മൾ ആ ഒരു നീരുണ്ടല്ലോ, ആ ചാറ് നമ്മൾ എടുത്തതിന് ശേഷം നസ്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും മൂക്കൊലിപ്പ്, ജലദോഷം, മൂക്കടപ്പ്, സൈനസിന്റെ പ്രശ്നം മുതലായിട്ടുള്ള കണ്ടീഷൻസിലും ആണ് നമ്മൾ ഈ നസ്യം ചെയ്യുന്നത്. അടുത്തതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സെയിം ഇതിനെ എടുത്തിട്ട് ത്രികടു ചൂർണം, അതായത് നമ്മൾ ചുക്ക്, മുളക്, അതായത് കുരുമുളക്, തിപ്പലി, ഇത് മൂന്നും കൂടി ചേർത്തിട്ടുള്ള ത്രികടു ചൂർണവും തേനും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തൊണ്ടവേദന പോലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചുമയും ഒക്കെ പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി തുളസിയില കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ ആരൊക്കെയാണെന്ന് പലർക്കും ഒരു സംശയം കാണും. അതിൻ്റെ അകത്ത് നമ്മൾ അറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തുളസിയില നമ്മൾ കഴിക്കാൻ പാടില്ലാത്തത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ, അതായത് ഗർഭിണികൾക്കോ എക്കോസ്പിരിൻ പോലുള്ള ഗുളികകൾ കഴിക്കുന്നവർക്കും സ്ട്രോക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളവർക്കും ലിവർ സിറോസിസ് പോലുള്ള ലിവർ സംബന്ധമായിട്ടുള്ള ക്രോണിക് ഡിസീസുകൾ ഉള്ളവരും കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഡയാലിസിസ് പോലുള്ള കണ്ടീഷൻസിൽ ഇരിക്കുന്ന ആളുകൾക്കും തുളസി ഇലയുടെ പതിവായിട്ടുള്ള ഉപയോഗം ഒട്ടും നന്നല്ല എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒട്ടനവധി ആയുർവേദ മരുന്നുകൾ നമ്മുടെ പറമ്പിലും മറ്റും ഉണ്ടെങ്കിലും നമ്മളൊന്നും പലപ്പോഴും ഇത്തരത്തിലുള്ള ചെടികളെ പറ്റിയിട്ട് നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതിനാൽ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു തുളസി ഇല നട്ട് വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കുണ്ടാവുന്ന ജലദോഷം, തുമ്മല്, മൂക്കടപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് ആ ത്രികടു ചൂർണം ചേർത്തിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇത് ഡയറക്റ്റ് തന്നെ എടുത്ത് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്തത് നമ്മളൊരു 1/4 ടീസ്പൂൺ കുറച്ച് തേനും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുത്താലും ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ കഫക്കെട്ടും പ്രശ്നങ്ങളും കഫ ഇളകി പോകുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു ജീവി എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ വില്വാദി ഗുളിക എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഈ വില്വാദി ഗുളിക വാങ്ങിയതിന് ശേഷം ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് ഈ തുളസി ഇലയിൽ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അത് നമ്മൾ പുറമേ പുരട്ടി കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിൽ സ്കിന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നീർക്കെട്ടുകളുള്ള ഭാഗങ്ങളിൽ നമ്മൾ തുളസി ഇല തന്നെ പ്ലെയിൻ ആയിട്ട് നമ്മൾ അരച്ച് പുരട്ടി കഴിഞ്ഞാൽ നീർക്കെട്ട് വലിയുന്നതിന് വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി ഗുണങ്ങൾ തുളസിയിലേക്കുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ കൃത്യമായിട്ട് ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ടോ നമ്മുടെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.